നമുക്കിനി അടുത്തത് പാചകത്തിലേക്ക് പോകാം. ചിന്താമണി ചിക്കൻ എന്ന പേരിൽ നമ്മൾ യൂട്യൂബിലേക്ക് ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ യൂട്യൂബിൽ നോക്കി തന്നെയാണ് പലപ്പോഴും അത് പാചകം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ചിന്താമണി ചിക്കൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ 2 കിലോ ബ്രോയിലർ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചുവന്നുള്ളി വേണം. 1 കിലോ ചുവന്നുള്ളി സ്ലൈസ് ചെയ്തതാണിത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് 40 വറ്റൽമുളക് കുരു കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതുമാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ റോക്ക് സോൾട്ട് അഥവാ കല്ലുപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടി വേണം. അപ്പോൾ നമ്മളിത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. ആദ്യം പാൻ ചൂടായ ശേഷം നമ്മൾ 200 ഗ്രാം നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വറ്റൽമുളകൊന്ന് മൂത്ത് വന്നപ്പോൾ നമുക്കിനി സ്ലൈസ് ചെയ്ത് വെച്ച ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളിയും വറ്റൽമുളകും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചുവന്നുള്ളിയും വറ്റൽമുളകും നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ച ചിക്കനൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ ചിന്താമണി ചിക്കനിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് കുക്ക് ചെയ്തത്. നമ്മുടെ ഈ ചിക്കനിലുള്ള ജലാംശം തന്നെ മതിയാകും ഇത് വെന്ത് വരാൻ. നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഞങ്ങൾ ഈ ചിന്താമണി ചിക്കൻ പ്രിപ്പയർ ചെയ്തത് കാസ്റ്റ് ആൻഡ് ഡച്ച് ഓവനിലാണ്. ഈ ഡച്ച് ഓവൻ നമുക്ക് ആമസോണിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ www.layali.online എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്.
പിക്നിക് എന്ന ചാനലിലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.